എനിക്കറിയില്ല ആരാണ് കേരളത്തിലെ ഈ പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്. ഇവിടെ കോൺഗ്രസോ അല്ലെങ്കിൽ UDF ആണോ? ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റ് ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. ആ ആശയക്കുഴപ്പം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പൊതുസമൂഹത്തിനിടയിൽ നിന്ന് ഞാൻ പറയട്ടെ, ഇസ്ലാം മതവിശ്വാസികളാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. പക്ഷെ ഞങ്ങളോടൊക്കെ പറഞ്ഞ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് യുവതി റദ്ദാക്കിയതിനെ കുറിച്ച് പറഞ്ഞവരിൽ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരല്ല, അല്ലാത്തവരുണ്ടായിരുന്നു. കാരണം എല്ലാവരെ സംബന്ധിച്ചിടത്തോളം 3 ദിവസം തുടർച്ചയായിട്ട് നേരത്തെ അവധി ഉണ്ട് എന്നുള്ള ധാരണയിൽ അതിന് മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യുകയും യാത്രയ്ക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ പ്രയാസം വന്നു. അപ്പോൾ സമൂഹത്തിന്റെ ഭാഗത്ത് ഒരു സമ്മർദ്ദം വന്നപ്പോഴാണ് ഞങ്ങൾ ഗവൺമെന്റിനോട്, ഞങ്ങൾ UDF മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളും LDF-നെ പിന്തുണയ്ക്കുന്ന സമുദായ സംഘടനകൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടു. അതൊരു തെറ്റായ തീരുമാനമാണ്. 6-ാം തീയതി അവധി കൊടുക്കണമെന്ന് പറഞ്ഞു. അതിലെന്ത് വർഗീയാണുള്ളത്? സമൂഹത്തിൽ പൊതുവായിട്ട് മുൻകാലങ്ങളിലൊക്കെ നടന്ന കാര്യങ്ങളാണ്. ഒരാഴ്ച മുമ്പ് അറിയാം പെരുന്നാൾ 7-ാം തീയതിയാണ്. പിന്നെ 6-ാം തീയതിയുള്ള കലണ്ടർ അവധി 5-ാം തീയതി റദ്ദ് ചെയ്യേണ്ട എന്ത് കാര്യമാണുള്ളത്? അപ്പോൾ അത് ഗവൺമെന്റ് ഉണ്ടാക്കിയ ആശയക്കുഴപ്പമാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് ഗവൺമെന്റാണ്. ഇതിനകത്ത് വർഗീയതയില്ല. ആ ഒരു വർഗീയ രാഷ്ട്രീയം ഞങ്ങളാരും കണ്ടിട്ടുമില്ല. പൊതുസമൂഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ആ പ്രതിഷേധം അവരുടെ മനസ്സിലുള്ളപ്പോൾ ഞങ്ങളത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് CPM ആണ് പറയേണ്ടത്. ഇതാണെങ്കിൽ പിന്നെ ഏറെ രാത്രി വൈകി എന്തിനാ? കുട്ടികൾ ഒരുപാട് സ്കൂളുകളൊക്കെ പ്രവർത്തിക്കുന്നു, വീണ്ടും അവധി ഒഴിവാക്കി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ PTA കമ്മിറ്റിയും അധ്യാപകരൊക്കെ കുട്ടികളോട് നാളെ സ്കൂളുണ്ട്, തിരിച്ചു വരണം എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അതിനിടയിൽ രാത്രി വീണ്ടും സ്കൂളുകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ ഇതിനകത്തൊക്കെ എന്തൊക്കെ താൽപര്യം ഗവൺമെന്റ് കാണുന്നു, ഗവൺമെന്റ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു, ഗവൺമെന്റ് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇത് നേരത്തെ എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ആശയക്കുഴപ്പത്തിനുള്ള എല്ലാ ഉത്തരവാദിത്വം ഗവൺമെന്റിന് തന്നെയാണ്. എന്നാൽ ഇപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തെങ്കിലും നല്ല കാര്യം. മറ്റുള്ളവർ ഇപ്പോഴും പ്രയാസം അനുഭവിച്ചു, അവർക്ക് കൂടി അവധി കൊടുക്കണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ നിലപാട്. ഈ 20 ദിവസം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഈ വന്യമൃഗങ്ങളെ പിടിക്കുന്ന കാര്യത്തിൽ ഏറ്റവും നല്ല ടീമെന്ന് പറയുന്ന വയനാട്ടിലെ ഗ്രൂപ്പാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അവർ 20 ദിവസമായി ഈ മലയോര മേഖലയുണ്ട്. കരുവാരക്കുണ്ട് പഞ്ചായത്ത്, കാളികാവ് പഞ്ചായത്ത്, നിലമ്പൂരിനോട് തൊട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ. അവിടെ 42 വയസ്സുകാരനായ ഗഫൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഒരു കടുവ കടിച്ച് കൊന്നിട്ട് ഇന്നേക്ക് 20 ദിവസം പിന്നിട്ടു. തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കടുവയെ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയതൊരു പുലിയാണ്. അപ്പോൾ പുലിയും കടുവയും വന്യമൃഗങ്ങളും യഥേഷ്ടം ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ജനങ്ങൾ സമാധാനത്തോടു കൂടി കഴിയുക? ഇത്രയും ദിവസമായിട്ട് മന്ത്രി ആ ഭാഗത്തേക്കൊന്ന് വന്നു നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു കാര്യവും നടക്കുന്നില്ല. ജനങ്ങൾ അങ്ങേയറ്റത്തെ ആശങ്കയിലാണ്. അത് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി ആ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും. കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് നിയമം ഭേദഗതി വരുത്താതെ ഒരു തരത്തിലും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. അല്ല, ഞങ്ങൾ പറഞ്ഞ കാര്യം ഇപ്പോൾ നാളെ പാർലമെന്റ് വിളിച്ചുകൂട്ടി അത് നിയമം ഭേദഗതി ചെയ്ത് ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ നിലവിലുള്ള നിയമങ്ങൾ വെച്ച് ഈ നേരിടാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങൾ എന്തുകൊണ്ട് വനം വകുപ്പ് ചെയ്യുന്നില്ല? വനം വകുപ്പ്, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നിയമസഭയിൽ കടുവ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൂട് വെക്കാനോ ക്യാമറ വെക്കാനോ തയ്യാറായില്ല. വളരെ ലാഘവത്തിലെടുത്തു. അതേ കടുവയാണ് 2 മാസം കഴിയുമ്പോഴേക്ക് ഒരു ചെറുപ്പക്കാരനെ കടിച്ചു വന്നത്. അപ്പോൾ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഗൌരവത്തോടു കൂടി കണ്ടുകൊണ്ട് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റ് എടുക്കുന്നില്ല. വളരെ ലാഘവത്തിലാണ് ഗവൺമെന്റ് പോകുന്നത്. അതിന്റെ ശക്തമായ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും.